എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൃതിക ഉദയനിധിയുടെ സംവിധാനത്തിൽ വന്ന കാതലിക്ക് നേരമില്ല എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് രണ്ട് ജോഡികളെ കാണിക്കുന്നു. അതായത് അവർക്ക് കല്യാണം നടക്കാൻ പോകുന്നു. അതിൽ വന്നിട്ട് ഒരു ജോഡി നിത്യ മേനോൻ കല്യാണം കഴിക്കാൻ പോകുന്നു ചെക്കനും. അപ്പോൾ ആ ചെക്കൻ വന്നിട്ടൊരു ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്യുന്നു. അങ്ങനെ വന്നിട്ട് ഇവർ പിരിയുന്നു. ഇവർ പിരിഞ്ഞതിന് ശേഷം നിത്യമേനോൻ ചിന്തിക്കണം, എനിക്ക് കൊച്ചുങ്ങൾ വേണം, അതിന് എന്താ പറയുക, ഒരു ആണിൻ്റെ ആവശ്യമുണ്ടോ, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നിറയെ ടെക്നോളജികൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ തീരുമാനമെടുക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ജയൻ രവിക്കും ഒരു കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ പെണ്ണ് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയൻ രവിക്ക് വന്നിട്ട് കുട്ടികളെ ജനിപ്പിക്കാനോ വളർക്കാനോ ഒന്നും ഒരു ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടർ. അതുകൊണ്ട് ആ പെണ്ണും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ രണ്ടും, ജയൻ രവിയും നിത്യമേനോനും കാണുന്നു. അതിനുശേഷം എന്തായി എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. ഈ പടത്തിൻ്റെ കഥ വന്നിട്ട് ഒരു വ്യത്യാസമായിട്ടൊരു കഥ അവർ ട്രൈ ചെയ്തിരിക്കുന്നു. എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാർക്ക് വന്നിട്ട് ഇത് എന്താ പറയുക, അനുവദിച്ചു പോകാൻ പറ്റാത്ത ഒരു സിനിമ പോലെ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈ പാരൻറ്റ്, സിംഗിൾ പാരൻറ്റ്, അതായത് ആർട്ടിഫിഷ്യൽ ബേബി, പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് സാധാരണ ജീവിത രീതിക്ക് ഏക്കാത്ത വിധത്തിലുള്ളത്. ഞങ്ങളും കൂടെ സിനിമ കാണുമ്പോൾ പുറകിലിരുന്ന് കുറച്ച് പേര് പ്രായമായവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കാലത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർക്കിൾ പോലെ നടക്കുന്നു. എന്താണെന്ന് പറയുക, കഥാനായകനും കണ്ടുമുട്ടുന്നു, കഥാനായികയും പിരിയുന്നു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നു, വീണ്ടും പിരിയുന്നു. അങ്ങനെ പറഞ്ഞിട്ടൊരു റൊട്ടേഷനായിട്ട് ഇങ്ങനെ വരുന്ന പോലെ നമുക്ക് തോന്നും കഥ. അതുപോലെ ഡയറക്ഷൻ തിരക്കില്ല. കാരണം അഭിനയിച്ച ആർട്ടിസ്റ്റുകളൊക്കെ മാക്സിമം എത്രയും യൂട്ടിലൈസ് ചെയ്യാമോ അതിന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തിരക്കില്ല. പിന്നെ ക്യാമറ വർക്ക് അടിപൊളിയായിരുന്നു, നല്ല കളർഫുള്ളായിട്ട്. അതേപോലെ ഈ സ്ലോ ആയിട്ടുള്ള പടങ്ങൾ വന്നിട്ട് ഇരുന്ന് കാണാൻ തന്നെ പറ്റിയത്, നമുക്ക് ആ മേക്കപ്പ് കുറച്ച് ഡീസൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇരുന്ന് കാണാൻ പറ്റിയത്. അതേപോലെ വിനയ് വന്നിട്ടൊരു ഗേ ക്യാരക്ടറായി വരും. അതായത് തമിഴ് സിനിമയിലൊന്നും അങ്ങനെ ആരും വന്നിട്ട്, അതായത് മുഖ്യമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും വന്നിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് വരാറില്ല. പക്ഷേ ഇയാൾ അതിന് സമ്മതിച്ച് വന്നത് കുറച്ച് അപ്രിഷ്യേറ്റ് ചെയ്യാവുന്നൊരു ഇതാണ്. അതേപോലെ സെക്കൻഡ് ഹാഫ് കുറച്ച് വർക്കൗട്ടായിരുന്നു. അതേപോലെ ഒരു ബർത്ത്ഡേ സീന് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയായി കാണണം. അല്ലാണ്ട് എന്താ പറയുക, നമ്മുടെ കലാചാരം വന്നിട്ട് സൂചി മുനയിൽ നിർത്തണം എന്നൊക്കെ പോയി പറഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പടം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ശരി എന്നാൽ, ബൈ.